ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. താലോലം 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 കുഞ്ഞേ താലോലം കേട്ടു നീ ഉറങ്ങണം മോനെ. വീരനമലിയാരുടെ വീരകഥകൾ കേൾക്കണം, ശൂരനായി നീ വളരണം ജീവിത പൊന്നാരമേ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മുത്തളെ മഹമോദരെ മഹദ് പാട്ട് പാടിടാ, പാട്ടു കേട്ടുറങ്ങണം പൂങ്കുറിഞ്ഞി പൈതലേ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ചേച്ചി മറ്റേ നമ്മളെ പാട്ടൊന്ന് പാടിക്കാണ് കരയാനും പറയാനും. കരയാനും പറയാനും മാനം തുറന്നിരക്കാനും നീയല്ലതാരുമില്ല കോനെ. നിന്റെ കരളിൻ്റെ ഒരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണം എൻ്റെ തമ്പുരാനെ. അമ്മേ എങ്ങനെയുണ്ട്? പാട്ടൊക്കെ പാടില്ലേ സ്റ്റുഡിയോയിൽ പോയിട്ട്? ഹാപ്പിയാണ്. പ്രേക്ഷകർ പാട്ട് കേട്ടില്ലേ? ഒരു പാട്ടേ പാടാൻ കഴിഞ്ഞുള്ളൂ. മറ്റ് പാട്ടുകൾ നമ്മൾ ഒരുപാട് സ്റ്റുഡിയോന്നും പ്രേക്ഷകരെ എന്താ പറയുക സംഗീത സംവിധായകന്മാരെയും ആൽബം ഫീൽഡിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ എനിക്ക് പറയാനുള്ളത്, ഒരു നമ്മളെ സ്നേഹിതന് മാനിക്കാൻ്റെ എൻ്റെ നമ്പർ ചോദിച്ചിട്ട് മാനിക്ക ഞാനൊരു 600 രൂപ അയച്ചിട്ട് ചേച്ചിൻ്റെ അക്കൗണ്ട് നമ്പർ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഫോൺ കൊടുത്തിട്ടുണ്ട്, നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്തോട്ടല്ലേ. മറ്റേ നമ്മൾ പാട്ട് സംബന്ധമായിട്ടൊക്കെ വേണമെങ്കിൽ പോകാൻ പറ്റുമോ? ആരോഗ്യപരമായിട്ട് കുറച്ച് മോശമാണ്. ഞാൻ പ്രേക്ഷകരോട് പറയാണ്, കാലിന് മുട്ടുംകാലൊക്കെ ആയിട്ട് ഇപ്പൊ വല്ലാതെ നിൽക്കാനൊന്നും കഴിയില്ല. പോലെ എന്തെങ്കിലുമൊക്കെ വന്നിട്ട് ചെയ്തിട്ട് കൊണ്ടുപോട്ടെ, അല്ലാതെ പുറമേക്ക് ഇങ്ങനെ വിളിച്ചു വരും ഇതിലേക്കാവുമ്പം നമുക്ക് ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. അല്ല, നമ്മളെ ആളുകൾ ചിലപ്പോൾ സെലിബ്രേറ്റ് ആയിട്ട് പ്രോഗ്രാമിന് ഇപ്പൊ മറ്റേ ഫ്ലവേഴ്സിലൊക്കെ പോയിട്ട് പാടിയിട്ട് അങ്ങനൊക്കെ. ഫ്ലവേഴ്സിന്റെ ടീം അംഗങ്ങൾ ആരെങ്കിലൊക്കെ വീഡിയോ കാണുകയാണെങ്കിൽ നമുക്ക് ഫ്ലവേഴ്സിലൊക്കെ ഒന്ന് കൊണ്ടുപോകുന്ന കഴിവുള്ള വ്യക്തിയാണ്, നിങ്ങൾക്ക് അറിയാലോ. ഹായ് ഹലോ ഫ്രണ്ട്സ്, ബുള്ളറ്റ് വാണാണ്. ശാന്തേച്ചിന് ഓർമ്മ ഉണ്ടാവില്ലേ? 1-2 പാട്ട് പാടി പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളൊക്കെ ഏറ്റെടുത്തിട്ടുള്ള മില്യൺ കണക്കിന് ആളുകൾ കണ്ട ആ ഒരു പാട്ട് പാടി വൈറലായിട്ടുള്ള ശാന്തചേച്ചി ഗുരുവായൂരാണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ 1-2 ആഗ്രഹങ്ങൾ പറഞ്ഞിനി. ആ ഒരു ആഗ്രഹങ്ങൾ സാധിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദൂരത്ത് നമ്മളൊരു ഫ്രണ്ട് അയച്ചു തന്നതാണ് ഒരു മൊബൈൽ. റെഡ്മീൻ്റെ ഒരു മൊബൈലുണ്ട്, പുതിയ മൊബൈൽ പെട്ട് പീസാണ്. അതുപോലെ ഞങ്ങളെ ടീം AIC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൻ്റെ ഇതിൽ നിന്നാണ് നമ്മളെ ഷഫീന മട്ടന്നൂരും അതുപോലെ സാബിറ കണ്ണൂർ നമ്മളെ കൂടെ എത്തിയിട്ടുണ്ട്. അവർക്ക് ഡ്രസ്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മാറ്റിയിട്ടുള്ള വിഷ്വൽസ് നമ്മൾ കാണിക്കാം. ഇനി ചേച്ചിനോടൊന്ന് കൂളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുതിയ ഡ്രസ്സും സാരിയൊക്കെ മാറ്റിയിട്ട് ഒരു വീഡിയോ നമ്മൾ. പിന്നെ എന്താണ് ആഗ്രഹം, ജസ്റ്റ് ഒന്ന് പറഞ്ഞാണ്? ഒരു ഫോണ് വേണം, അതുപോലെ ഒരു വീട് വേണം, അത്ര മാത്രം വേണം. അപ്പം ഞാൻ ചെറിയൊരു ആഗ്രഹം ഞാൻ നിറവേറ്റാന്ന്. അപ്പോൾ ശാന്തേച്ചി നമ്മൾ അന്നോട് കാര്യം പറഞ്ഞ ഓർമ്മയുണ്ട്. എന്തേ പറഞ്ഞു എന്നോട്? മൊബൈൽ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ദൂരത്തുനിന്നാണ്, മലയാളികളാണ് അവർ. ഒരു കപ്പിൾസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മാനിക്ക ഞാൻ വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞൊരു നല്ലൊരു മൊബൈൽ വാങ്ങിച്ചു തന്നു. ഇന്നലെ അവർ ക്യാഷ് അയച്ചെന്നു, മൊബൈൽ വാങ്ങിയിട്ട് ഞാനിവിടെ വന്നു. പിന്നെ അതുപോലെ ഡ്രസ്സ് നമ്മളെ ടീം AIC എന്ന് പറഞ്ഞിട്ടുള്ളൊരു സോഷ്യൽ മീഡിയ ഗ്രൂപ്പാണ് നമ്മളത്. അവരെ വകയായിട്ടാണ് കണ്ണൂരിൽ നിന്ന് മട്ടന്നൂർ, പിന്നെ ഷഫീന മട്ടന്നൂരും അതുപോലെ തന്നെ സാബിറ കണ്ണൂരും നമ്മളെ കൂടെ വന്നിട്ട് ഡ്രസ്സ് ഉണ്ട്. ഇത് മാറ്റിയിട്ടുള്ള ഒരു വിഷ്വൽ നമ്മൾ കാണിക്കുന്നുണ്ട്. 1-2 പാട്ടുകളൊക്കെ കേൾപ്പിക്കാനുണ്ട് അല്ലേ? പാടണ്ടേ? എന്താ ഒരു ഉഷാറില്ലാത്ത? നിൽക്കാൻ കഴിയില്ലട്ടോ, മുട്ടുംകാല് 2 ചെറിയ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഇരുന്നിട്ടാണ് ഞങ്ങൾ പിടിച്ചിങ്ങനെ നിർത്തിയതാണ്. ഈ ഒരു ബടിയാണ് ഇപ്പൊ വില അല്ലേ?
ഒരുപാട് പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ വിഷ്വൽസ് കണ്ടിട്ടുണ്ട്. ഒരുപാട് ആളുകൾ നമ്മൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒരു സ്റ്റുഡിയോയിൽ പോയിട്ടൊക്കെ പാട്ട് പാടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ശാന്ത ചേച്ചിനെ സ്നേഹിക്കണം എല്ലാവർക്കും ഈ വീഡിയോ സമർപ്പിക്കുകയാണ്. ഇനി നമുക്ക് ഒരു വീട് പിന്നെ എറണാകുളത്ത് നമ്മളൊരു ചേച്ചി വിളിച്ചിട്ട് ഒരു വീട് സ്ഥലം ഉണ്ടെങ്കിൽ ഒരു വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവരെ കൂടിയും വേറെ 1-2 പേരൊക്കെ ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി വിഷ്വൽസൊക്കെ ഒന്ന് കാണാം. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ AIC ടീം AICൻ്റെ പിന്നെ ഭാരവാഹികളാണ് ഇപ്പോൾ കൂടെ ഉള്ളത്. അവരാണ് ഈ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു നൈറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മൊബൈൽ ഞാൻ പറഞ്ഞു നമ്മളെ ഫ്രണ്ട് തന്നിട്ടുള്ളായിരുന്നു. ഇനി വീടിൻ്റെ കാര്യമൊക്കെ സ്ഥലം ഉണ്ടെങ്കിൽ വീട് വെച്ച് കൊടുക്കാനൊക്കെ ആളുണ്ട്. ചേച്ചിനെ കൂടെ നിർത്തിയ എന്താ പറയുക കൂടെ നിങ്ങളൊക്കെ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ ഞങ്ങൾ ഇതുപോലെയുള്ള കാര്യ പ്രവർത്തനങ്ങൾ ടീം AIC ചെയ്യുന്നുണ്ട്. ഞങ്ങൾ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വാട്സപ്പിൽ പിന്നെ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഒരു ഹായ് പറഞ്ഞേ. ഹായ്. താങ്ക് യു. അപ്പോൾ ചിത്ര ചേച്ചിൻ്റെ പാട്ട് രാജഹംസം എന്നുള്ളത് ഞാൻ പാടി നോക്കിയപ്പോൾ അത് കറക്റ്റാണോ എനിക്കറിയില്ല, എന്നാലും ഞാൻ പാടി. രാജഹംസമേ മഴവിൽ കുടിലേ രാഗമായി നീ വരുമോ സാഗരങ്ങളെ മറുവാക്കുമിണ്ടുമോ വെറുതെ ഈ സ്നേഹഗായകൻ ഹൃദയലേഖ പോലെ ഞാൻ എഴുതിയ നൊമ്പരം നിറമിനിയോടെ കണ്ടോ തോഴി രാജഹംസമേ മഴവിൽ കുടിലിൽ രാഗമായി നീ വരുമോ സാഗരങ്ങളെ മറുവാക്കുമുണ്ടുമോ വെറുതെ ഈ സ്നേഹഗായകൻ നല്ലൊരു പാട്ടും കൂടി പ്രേക്ഷകർക്ക് പാടി കൊടുത്തേ. ഞാൻ എഴുതിയ പാട്ടാണ്. ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നുണ്ടാവില്ല, എന്നാലും ഞാൻ ഈ പാട്ട് എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യും. അങ്ങോരു മലയിലേക്ക് നമ്മുടപ്പൻ മുള വെട്ടാൻ പോയിതടാ, അന്തിമയങ്ങിയിട്ടും കുഞ്ഞാഞ്ഞെ അപ്പനെ കാണലടാ. മേലെ പെരക്കിലെ വല്യമ്മ നമ്മുടെ അപ്പനെ കണ്ടോ, നിങ്ങളുടെ അപ്പനെ മക്കളെ കണ്ടില്ല വല്യമ്മ. അവിടെ നിന്നും പോരുന്നു മക്കള് താഴത്തെ പെരക്കിലേക്ക്, താഴത്തെ പെരക്കിലെ അപ്പാപ്പ ഞങ്ങളുടെ അപ്പനെ കണ്ടോ, നിങ്ങളുടെ അപ്പനെ മക്കളെ കണ്ടില്ല അപ്പാപ്പൻ. പൂവാട കുഞ്ഞാഞ്ഞേ നമുക്ക് അങ്ങൊരു മലയിലേക്ക്, ഓടുന്നു മണ്ടുന്നു മക്കള് അങ്ങൊരു മലയിലേക്ക്.